ശ്യാമേ, രണ്ട് പേരുകൾ ഞാൻ പറയാം. ഒന്ന്, ചാവക്കാട് കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻ്റായിരുന്ന പുന്നൻ നൗഷാദ്. രണ്ടാമത് അഞ്ചൽ തടിക്കാട് CPM-ൻ്റെ നേതാവായിരുന്ന MA അഷ്റഫ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. രണ്ടുപേരും കൊല ചെയ്യപ്പെടുകയായിരുന്നു. കൊന്നത് SDPI ആണ്. അപ്പോൾ SDPI അഷ്റഫ് സഖാവിനെ കൊന്നത് NDF ആണ്. NDF ആണ്. അന്നത്തെ വളരെ പ്രമാദമായ കേസായിരുന്നു അഷ്റഫ് വധക്കേസ്. അതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ SDPI സമുദായത്തോട് എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ സമുദായത്തോടൊപ്പം നിൽക്കുക എന്ന് പറയും. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെ അരുംകൊല ചെയ്യുന്ന നമ്മൾ നേരത്തെ ഒരു ഇതിൽ കണ്ടതുപോലെ ആ സമയത്ത് 8ഓളം പേരെ ആ പ്രദേശത്ത് ചാവക്കാട് മാത്രം അന്നത്തെ കണക്ക്. പിന്നീട് എത്രയോ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് കണക്കുകൾ എടുക്കേണ്ടി വരും. ഞാൻ ജോണേട്ടനോട് വേറെ കാര്യം പറഞ്ഞുതരാം. സിന്ധിലെ ഹിന്ദുക്കൾ അഭയാർത്ഥികളായ കഥ, പാകിസ്ഥാന്റെ ചതി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മളിവിടെ സംസാരിച്ചു. അതിന്റെ താഴെ ഒരു ന്യൂസ് ചാനൽ എന്ന പേരിൽ വന്നിട്ടൊരു കമന്റ് ആണ് കേട്ടോ. റോഡ് സൈഡിൽ നിൽക്കുന്നവരാണ് സിന്ധികൾ, നിന്റെ കണ്ടുപിടുത്തം ഭയങ്കരം തന്നെ, ഇപ്പോൾ നീ പക്കുസ്തീനാലും എത്തിയോ? ശുക്കൂറേ, നീ മലയാളം പഠിക്കണം. മണിപ്രവാളം മുതലുള്ള മലയാളം നീ വിമർശിച്ചോ? നീ വിമർശിക്കൂ ശൂത്തേ. സുഹൃത്ത് വിമർശിക്കും, പക്ഷെ മലയാളം പഠിക്കണം ചുക്കുറേ. നിന്നെ മലയാളം പഠിപ്പിക്കാം. മലയാള ഭാഷ മണിപ്രവാളം മുതൽ ഈ ദ്രാവിഡ, തമിഴ്, പിന്നെ സാൻസ്ക്രിറ്റ് ചേർന്ന മലയാളത്തിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള കഥ ഒരു ദിവസം പഠിപ്പിച്ചു തരാം. അതവിടെ നിൽക്കട്ടെ. തൽക്കാലം വെറുതെ വിട്ടേക്കാം. ശുക്കൂറിന് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് മലയാളം പഠിപ്പിച്ചു തരാം. ഇപ്പം ഈ സമുദായത്തോട് ഇവരെന്ത് ചെയ്തു? ഈ സമുദായത്തെ മാറ്റി നിർത്തിയ, സമൂഹത്തിൽ ഇവരെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം ഈ സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ടും ഈ സമുദായത്തെ തെറ്റിദ്ധരിക്കാൻ FDPI ശക്തമായതോടുകൂടിയാണ് ഈ സമുദായത്തെ എല്ലാവരും സംശയത്തിന്റെ ദൃഷ്ടിയിലായത്. ഇവിടെ വരെ NDF ആണ്, PFI ആണ്. ഇവർ നിരോധിക്കുമ്പോൾ വേറെ പേര് മാറ്റി കൊണ്ടുവരും. സിമി. ഇതൊക്കെ നാദാപുരത്ത് നിന്ന് തുടങ്ങിയ സാധനം. ആലോചിച്ച് നോക്ക്. നാദാപുരത്ത് നിന്ന് അതിന്റെ തുടക്കം. അവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വന്ന സാധനമാണ്. ഇവർ ഈ സമുദായത്തോട് ചെയ്തതാണ്. ആദ്യം MA അഷ്റഫ് 2002. ചെറിയ കാര്യം ഒന്നുമില്ല. ആ തടിക്കാട് ജംഗ്ഷനിൽ രണ്ട് പയ്യന്മാരെ ഇവിടെ ഇരുന്ന് പിന്നെ കമന്റ് പറഞ്ഞു. MA അഷ്റഫ് അവിടുത്തെ ഒരു വലിയ നേതാവ്, വ്യക്തിപ്രഭാവം, ജനകീയനായിട്ടുള്ള വ്യക്തിപ്രഭാവമുള്ള നേതാവ്. ഈ പയ്യന്മാരെ പിടിച്ച് വഴക്ക് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിലുള്ള അബ്ദുൽ ഖാദർ, സമീർ ഖാൻ, കുറേ ഉണ്ട് പ്രതികൾ. സമീർ ഖാനെ എന്ന് അറസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയോ? കേസിൽ 2002 നടന്ന കൊലപാതക കേസിൽ 2022 സമീർ ഖാനെ അറസ്റ്റ് ചെയ്യുന്നത്. 2010 പുനലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 1 ഈ സമീർ ഖാനെ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചു. പ്രതിയെ കിട്ടുന്ന 2022 ഇവിടെ പാലക്കാട് ഉണ്ടായിരുന്നു. പ്രതിയെ കിട്ടുന്നത് 2022. കൊന്ന ശേഷം ഇവരെല്ലാം വിദേശത്തേക്ക് കടന്നു കളഞ്ഞു. ഇവര് മിക്കവരും വിദേശത്തേക്ക് കടന്നു. ഒരുപാട് കൂട്ടത്തോടെയാണ് വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമായിരുന്നു. ഈ സമുദായത്തോട് അവർ ചെയ്തതാണ്. ഈ സമുദായത്തോട് അവർ ചെയ്യുന്ന ഇതാണ് സമുദായ സ്നേഹ SDPI-യുടെ, PFI-യുടെ. ഇപ്പോ 2019 ജൂലൈ 30 നൗഷാദിനെ കൊല ചെയ്യുന്നത്. വണ്ടി ബൈക്കായിരുന്നു. ബൈക്ക് KL 46F 3458 കറുത്ത പൾസർ. അത് ഇടിച്ചിട്ടിട്ടാണ് കൊലപ്പെടുത്തുന്നത്. നിസാര കാര്യങ്ങളാ അവിടുത്തെ. ഇവരെ വളരാൻ പുള്ളി സമ്മതിക്കുന്നില്ല. ഇവർക്ക് അവിടെ പ്രവർത്തിക്കാൻ ഇവര് കൂടെ കൂട്ടുന്ന ചെറുപ്പക്കാരെ, നല്ലൊരു വിഭാഗത്തിനെ നൗഷാദ് കോൺഗ്രസിലേക്ക് മാറ്റിക്കൊണ്ടുപോയി. അതിനാണ് അദ്ദേഹത്തെ കൊന്നു കളഞ്ഞത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ സമുദായത്തോട് ദ്രോഹം ചെയ്യുന്നത് വേറെ ആരുമല്ല, ഇവരാണ്. ഇത് രണ്ടും സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഇനിയുണ്ട് ഒരുപാട് പേര്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാം, പാറശാലയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. കണക്ക് നമ്മൾ ഒരുപാട് പേരുടെ പേരുകൾ അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ സമുദായത്തെ ഉപദ്രവിച്ചിട്ടുള്ളത് മുഴുവൻ ഇവരാണ്. ഇവരെ എപ്പോഴും മാറ്റി നിർത്തണം. ഇവരോട് അകലം പാലിക്കാൻ ഈ സമുദായം തയ്യാറാവും. അതാണ് ആദ്യം വേണ്ടത്. പക്ഷെ അവർ വല്ലാതെ പിടിമുറുക്കിയിരിക്കുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെ അകലം പാലിക്കും സമുദായത്തിൽ? അതായത് മുസ്ലിം ലീഗിന്റെ പ്രസക്തി പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ലീഗിൽ ഇവരല്ലേ? ലീഗിൽ ഇവർ കടന്നു കയറിയിട്ടുണ്ട്. ലീഗിൽ ഇവരാണ്.
ലീഗിന്റെ നേതാക്കൾക്ക് ഇവരെ ഭയമാണ്. ലീഗിന്റെ നല്ലൊരു വിഭാഗം നേതാക്കൾക്ക് ഇവരെ ഭയമാണ്. മുസ്ലിം ലീഗ് കുറച്ചുകൂടെ പൊതുസമൂഹത്തിൽ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ. അതെ അതെ, എല്ലാ സമുദായത്തോടും അവർ അടുപ്പം കാണിക്കാറുണ്ട് നേതാക്കന്മാർ. പക്ഷെ ഇവരങ്ങനല്ല. ഇവർ വളരെ ബുദ്ധിപരമായിട്ടാണ്, ഇവരുടെ ഇന്റലക്ച്വൽ ടെററിസമാണ്, ബൗദ്ധിക തീവ്രവാദം എന്ന് പറയും. ബൗദ്ധിക തീവ്രവാദമാണ് നടപ്പാക്കുന്നത് ഇവിടുത്തെ ക്യാമ്പസുകളിലുണ്ട്. അത് മാത്രമല്ല, ഈ കോളേജ് പെമ്പിള്ളാരിൽ അപകടകരമായ രീതിയിൽ തീവ്ര സമീപനത്തോടെയുള്ള ചിന്തകൾ ഇവർ കുത്തിവെക്കാറുണ്ട്. എനിക്ക് പരിചയമുള്ള ഏറ്റവും അടുത്ത ഒരു പെണ്ണുണ്ട്. എന്താണ് കഥ? അത് ഇത്രയേ ഉള്ളൂ സംഭവം. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അത്രയും പേര് പറയണ്ടല്ലോ. പേര് പറയുന്നില്ല. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇടപെടുമ്പോൾ വളരെ എല്ലാത്തിനെയും കുറിച്ച് പറയുമായിരുന്നു. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും, സംസാരിക്കും. പക്ഷെ പിന്നീട് ഉൾവലിഞ്ഞു തുടങ്ങി. അപ്പോൾ എന്ത് പറഞ്ഞാലും പറയും, അയ്യോ എനിക്ക് സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല, അത് ഹറാമാണ്. ആ തരത്തിലേക്ക് മാറുകയാണ് ഓരോ കാര്യം പറയുമ്പോഴും. അപ്പോൾ ചിലപ്പം ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പുരോഗമനപരമായ ചില ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ പറയും അത് തെറ്റാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ മുമ്പ് അങ്ങനെ പറഞ്ഞിരുന്ന ആളല്ല, ലിബറലായിരുന്നു. അപ്പോൾ അത് തെറ്റാണ്, അത് ശരിയാണല്ലോ, അപ്പോൾ അവിടെ ഇത്രയും പേരെ കൊന്നു, അത് മോശമല്ലേ എന്ന് ചോദിച്ചാൽ അത് കൊല്ലപ്പെടേണ്ടതാണ്. അങ്ങനെ ആ തരത്തിലേക്ക് ചിന്ത മാറി. ഇവിടുത്തെ കോളേജുകളിലെ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ വിദ്യാർത്ഥിനികൾക്ക് തീവ്രതയുണ്ട്. ഭയങ്കരമായിട്ട് ഇവര് കടന്നു കയറിയിട്ടുണ്ട് അവരിലേക്ക്. വിദ്യാർത്ഥിനികളിലാണ് ഇവിടുത്തെ വലിയ തോതിലുള്ള ഇന്റൻസിറ്റിയുള്ള തീവ്രതയുള്ള തീവ്രതയോടുകൂടി കടന്നു കയറിയത്. ഷഹീൻ ഫോഴ്സ്, മില്യത്ത്, ഈ രണ്ട് സാധനമുണ്ട് മഹാരാജാസിൽ. എറണാകുളം മഹാരാജാസിലുള്ള രണ്ട് സാധനമാണ്. ഇതിൽ കൂടുതലും പെൺകുട്ടികളാണ്. ഷഹീൻ ഫോഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഷഹീൻ ആയിരിക്കും ഇതിന്റെ നേതാവെന്ന് ആയിരിക്കും. ഒന്നുമല്ല, ഇവിടുത്തെ പെൺപിള്ളേരാണ്. ഒരുപാട് പെൺകുട്ടികൾ മില്യത്തും ഷഹീൻ ഫോഴ്സുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഷഹീൻ ഫോഴ്സിന്റെ പ്രധാന പരിപാടി എന്തറിയാമോ? ഈ ബാക്കിയുള്ള മതവിഭാഗങ്ങളിലുള്ള പെൺകുട്ടികളുടെ സ്വഭാവം, അവരുടെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കും. പ്രത്യേകതകൾ, അവർക്ക് എന്താണ് ഇഷ്ടം, അവരിഷ്ടപ്പെടുന്ന സിനിമകൾ, അവർക്ക് കവിതയാണോ കഥയാണോ പാട്ടാണോ എന്തിലാണ് അവർക്ക് കമ്പം, ഇത് പറഞ്ഞു കൊടുക്കും. ഇത് പറഞ്ഞു കൊടുത്തിട്ടാണ് എറണാകുളത്ത് നിന്ന് ഒരു കൊച്ചു പോയത്. ഞാൻ ആ കഥ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പറഞ്ഞു തന്നതാണ്. അനുജ എങ്ങനെയാ പോയത്? കലീം തൃശ്ശൂരുകാരനാണ്, ചാവക്കാടുകാരനാണ്. കലീമിലേക്ക് ഈ അനുജയുടെ ഇത് അയച്ചു കൊടുത്തതാണ് പ്രൊഫൈല്. FB പ്രൊഫൈൽ അയച്ചു കൊടുത്തു. അനുജയുടെ FB പ്രൊഫൈല് ഈ ഖലീമിന് അയച്ചു കൊടുത്ത് ഖലീമുമായിട്ട് അനുജ പരിചയപ്പെട്ട് ആ കുട്ടിയെ വശത്താക്കി കൊണ്ടുപോയി ഏറ്റവും അവസാനം ആ കുട്ടി തൂങ്ങി നിൽക്കുന്ന ഫോട്ടോയാണ് നമ്മൾ ഗൂഗിൾ ഇമേജിൽ കാണുന്നത്. എറണാകുളം മഹാരാജാസ് ലവ് ജിഹാദ് കേസ് എന്ന് ചേട്ടൻ ഗൂഗിളിൽ അടിച്ചു നോക്ക്. അപ്പോൾ ഒരു ഫോട്ടോ കാണാം. ആ കുട്ടി മൊട്ടയടിച്ച് തൂങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയെ കാണാൻ പറ്റും. അതിന്റെ തല മുണ്ടനം ചെയ്തു. അതിന്റെ മുടി മുഴുവൻ തറ കിടപ്പുണ്ട്. ഖലീം ആരാന്നറിയാമോ? ഒരു മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു RSS പ്രവർത്തകന്റെ കൊലപാതക കേസിലെ പ്രതിയാണ് ഈ ഖലീം. RSS പ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതിയാണ്. ഖലീമിന് എറണാകുളം മഹാരാജാസുമായിട്ട് ഒരു ബന്ധവുമില്ല. എങ്ങനെ ഖലീം അനുജയിലേക്ക് എത്തി? അവിടെയാണ് മില്യത്തും ഷഹീൻ ഫോഴ്സും പ്രവർത്തിച്ചത്. മില്യത്ത്, ഷഹീൻ ഫോഴ്സ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കോളേജിലേക്ക് പഠിക്കാൻ വിടുമ്പോൾ ഈ മില്യത്തിലും ഷഹീൻ ഫോഴ്സിലും ഉള്ളവരെ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, കോളേജുകളിൽ ഷഹീൻ ഫോഴ്സ് ഉണ്ട്, മില്യത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. ജോണേട്ടന് 2 പെൺകുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാള് കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് വേണ്ടുന്നത് ആദ്യം. ഇവര് വളരെ ബുദ്ധിപരമായിട്ട് എല്ലാ മേഖലയിലും കയറിക്കൊണ്ട് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ പോലും സംശയത്തോട് നോക്കുന്നതിന് കാരണക്കാരായിട്ട് ഇവർ മാറി. സംശയത്തോടെ ഇവർ നോക്കുന്നതിനകത്ത് ഇവരെ ആ സമുദായത്തെ നശിപ്പിക്കുകയാണ്. മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ പോലും നമ്മൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. ഇവർ ചെയ്യുന്ന ഇവിടുത്തെ ഒരു സ്ഥലത്ത് ചെയ്ത പരിപാടി എന്തറിയാമോ? ഇവിടുത്തെ ഈ ഹോട്ടലുകളിലും ബേക്കറികളിലും ഇന്ന ബേക്കറികളിലും ഹോട്ടലുകളിലും കയറരുതെന്ന് പറഞ്ഞു. കയറരുത് എന്ന് ഇവര് ആവശ്യപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്യും? എവരി ആക്ഷൻ, ഏത് പ്രവർത്തിക്കും അതിന് തുല്യമായിട്ടുള്ള തിരിച്ചു പ്രവർത്തികൾ ഉണ്ടാവും. ആദ്യമൊന്നും അവിടുത്തെ ഈ ബേക്കറികൾക്കും കടക്കാർക്കും ഇത് അറിഞ്ഞില്ല. പെട്ടെന്നൊരു ദിവസം നോക്കിയപ്പോൾ കച്ചവടം കുറഞ്ഞു, സ്ഥാപനങ്ങളിലെ കച്ചവടം കുറഞ്ഞിട്ട് ഇവര് എന്ത് ചെയ്തു? പിന്നീട്
അവിടുത്തെ ബാക്കിയുള്ളവർ ഇത് മനസ്സിലാക്കി. അപ്പൊ എന്ത് ചെയ്തു? തിരിച്ച് അങ്ങോട്ടും കയറാതായി. അങ്ങോട്ടും തിരിച്ച് അവരുടെ സ്ഥാപനങ്ങളിലും കയറാതായി. അവരുടെ സ്ഥാപനങ്ങളിൽ വലിയ ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് കയറാതായി. ഇങ്ങോട്ട് കയറാതാക്കിയതപ്പോൾ അങ്ങോട്ടും കയറാതായി. പിന്നീടാണ് നമ്മൾ സുരഭി എന്നൊക്കെ പറഞ്ഞിട്ട് ഹോട്ടലുകൾ വന്നു തുടങ്ങിയത്. സ്ഥാപനങ്ങൾ പേര് മാറ്റി കൊണ്ടുവന്നു. പേര് മാറ്റിയിട്ട് പല സ്ഥാപനങ്ങളും ഇവിടെ കൊണ്ടുവന്നു. അന്നപൂർണ, സുരഭി എന്നൊക്കെ പറഞ്ഞിട്ട് കടകൾ വരും. ചേട്ടൻ ആ കടയിൽ കയറി ഫുഡ് കഴിച്ചിട്ട് ചേട്ടൻ ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുക്കുമ്പോൾ ആർക്കാണ് ക്യാഷ് പോകുന്നതെന്ന് നോക്കണം, ആരിലേക്കാണ് പൈസ പോകുന്നതെന്ന് നോക്കണം. ഇതൊക്കെ ഇത് ഇങ്ങോട്ട് തുടങ്ങി വെച്ചിട്ട് അങ്ങോട്ട് മേടിച്ചത്. അവസാനം പേരുകൾ മാറ്റേണ്ടി വന്നു. പേരുകൾ മാറ്റി സ്ഥാപനങ്ങൾ തുടങ്ങേണ്ടി വന്നു. കാര്യം മറ്റവരും നോക്കി നോക്കുന്നു. ഇവർ ഈ സമുദായത്തോട് ചെയ്ത അതാണ്. ഇവരിങ്ങനെ കൃത്രിമങ്ങൾ സൈഡിലിരുന്ന് എല്ലാ മേഖലകളിലും ഓരോ കൃത്രിമങ്ങൾ കാണിച്ചു. അപ്പൊ എന്ത് ചെയ്തു? മറ്റവരും പ്രതികരിച്ചു തുടങ്ങി. മറ്റവർക്ക് ഇപ്പൊ പേടിയാണ് ഇവരെ. മറ്റവരെപ്പോഴും സംശയത്തോടാണ് നോക്കുന്നത്. സാധാരണക്കാരനായ ഇസ്ലാമിനെ പോലും, സാധാരണക്കാരനായിട്ടുള്ള മാന്യമായി ജീവിക്കുന്ന എന്താ പറയുക ദീനിയായിട്ടുള്ള മനുഷ്യനെ പോലും ബാക്കിയുള്ളവർ സംശയത്തോടെ നോക്കുന്നു. ഇവർ പിന്നൊരു പരിപാടി ചെയ്തു. ഇവിടുത്തെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖല ആയതുകൊണ്ട് വസ്തു വിൽക്കാനുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ മേഖല ആയതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മുൻഗണന ഇവിടെ എഴുതി വെച്ചു. ബാക്കിയുള്ളവരെന്ത് ചെയ്തു? ഇതെടുത്ത് വാട്സപ്പിൽ അങ്ങ് ഷെയർ ചെയ്തു. അതോടുകൂടി അവിടെ അന്തരമായി. എന്തായാലും നമുക്ക് SDPI സമുദായത്തോട് എന്ത് ചെയ്തു? സമുദായത്തോട് ചെയ്തതല്ല, സമുദായത്തെ ഇവരെ അടുപ്പിക്കരുത്. അടുപ്പിക്കാൻ പാടില്ല. 8 അടി മാറ്റി നിർത്തണം. 8 അടി മാറ്റി നിർത്തണം. SDPI, പോപ്പുലർ ഫ്രണ്ടിനെ, സിമിയെ, മില്യത്തിനെ, ഷഹീൻ ഫോഴ്സുമായിട്ട് വന്നിരിക്കുക. ഷഹീൻ ഫോഴ്സ് ഇവിടുത്തെ പല കുട്ടികളുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ, പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, നല്ല മനുഷ്യരുമായി സഹകരിക്കാം. ഇങ്ങനെയുള്ള തന്ത്രം വെച്ച് മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്നവർ ഇസ്രായേലിൽ കൊല്ലപ്പെടുന്നവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണ്. അതേസമയം പലസ്തീൻ എന്ന് പറയുമ്പോഴത്തേക്ക് കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്നു. ഗസയെ, റഫയെ ഓർക്കുന്നു, പലസ്തീനെ, ഇസ്രായേലിനെ മറക്കുന്നു. ഇസ്രായേൽ കയറി എന്താ ചെയ്ത്? ഇപ്പം അടിമേടിച്ച് കൂട്ടിയോടെ കിടന്നിട്ട് നല്ല രീതിയിൽ അടിച്ച് നശിപ്പിച്ചു ഒരു ഇസ്രായേൽ എന്താ വെറുതെ ഇരിക്കുമെന്ന് വിചാരിച്ചു? ഇസ്രായേലിൽ ചെന്നിട്ട് ഒരു ദിവസം കയറി അങ്ങോട്ട് വണ്ടികളും എല്ലാം കൂടെ കൂട്ടിക്കയറ്റി അങ്ങോട്ട് ചെന്ന് പലരെയും കൊന്നുകൂട്ടി പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്തു. ഇവിടെ ഇസ്രായേലിൻ്റെ അടുത്ത് ഇസ്രായേലിനോട് കളിക്കാൻ ജൂതനോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. ജൂതൻ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനും ഏറ്റവും പകയുമുള്ള മനുഷ്യനാണ്. ഇസ്രായേൽ ഇവിടെ ലോകരാജ്യങ്ങൾ മൊത്തം UN പറഞ്ഞു അടങ്ങിയിരിക്കാൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ അടുത്ത്. ഇസ്രായേൽ പറഞ്ഞു പോയി പണിയൊക്കാൻ പറഞ്ഞു. ഇപ്പോൾ അടിച്ച് ഒതുക്കി എല്ലാത്തിനെയും അടിച്ച് നശിപ്പിച്ച് കളഞ്ഞമാര്. അത് നമുക്ക് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നതായതുകൊണ്ട് തൽക്കാലം നമുക്ക് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.